20ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ സാമൂഹ്യ നിർമ്മിതിവാദ സിദ്ധാന്തത്തെ പ്രതിനിധീകരിക്കാത്തത് ഏതാണ്? താഴെ പറയുന്നവയിൽ സാമൂഹ്യ നിർമ്മിതിവാദ സിദ്ധാന്തത്തെ പ്രതിനിധീകരിക്കാത്തത് ഏതാണ്? Which of the following does not represent social constructivist approach in learning? A. സംഘചർച്ച അഥവാ ഗ്രൂപ്പ് ഡിസ്കഷൻ. ബി. ഓർത്തുചൊല്ലൽ അഥവാ റെസിറ്റേഷൻ. സി. സഹവർത്തിത പഠനം അഥവാ കൊളാബറേറ്റീവ് ലേണിംഗ്. ഡി. സംവാദാത്മക പഠനം അഥവാ ഡയലോജിക്കൽ ലേണിംഗ്. ബി ആണ് ഉത്തരം, ഓർത്തുചൊല്ലൽ അഥവാ റെസിറ്റേഷൻ. ചോദ്യം 21. താഴെ പറയുന്നവരിൽ സാമഗ്രവാദ സിദ്ധാന്തവുമായി ബന്ധമില്ലാത്തത് ആരാണ്? താഴെ പറയുന്നവരിൽ സാമഗ്രവാദ സിദ്ധാന്തവുമായി ബന്ധമില്ലാത്തത് ആരാണ്? Who among the following does not belong to Gestalt theory? A. B.F. Skinner. B. Max Wertheimer. C. Kurt Koffka. D. Wolfgang Kohler. A ആണ് ഉത്തരം, B.F. Skinner. B.F. സ്കിന്നർ ജസ്റ്റാൾട്ട് തിയറിയുമായി ബന്ധമുള്ള ആളല്ല. എന്താണ് ജസ്റ്റാൾട്ട് തിയറി? നമുക്കതൊന്ന് ലളിതമായിട്ട് സംക്ഷിപ്തമായിട്ടൊന്ന് പരിശോധിക്കാം. മനഃശാസ്ത്രത്തിലെ ഒരു വിഭാഗമാണ് ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രം. വെർത്തീമർ, കോഫ്ക, കോഹ്ലർ ഈ 3 ജർമ്മൻ ശാസ്ത്രജ്ഞന്മാരാണ് ഇങ്ങനെ ഒരു പുതിയ മനഃശാസ്ത്ര വിഭാഗം രൂപം കൊള്ളാൻ കാരണം. അവരാണ് ഇങ്ങനെ ഒരു പുതിയ ചിന്ത മുന്നോട്ട് വെച്ചത്. അങ്ങനെ അവർ പുതിയൊരു മനഃശാസ്ത്ര വിഭാഗം രൂപം നൽകുവാൻ കാരണം അന്നത്തെ പഠന രീതിയോടുള്ള വിയോജിപ്പാണ്. മനഃശാസ്ത്രത്തിൽ അന്ന് നടന്ന പഠന രീതി മോളിക്കുലാർ സമീപനമായിരുന്നു. ആ രീതിയോട് അവർക്ക് അതൃപ്തി ഉണ്ടായിരുന്നു. മോളിക്കുലാർ സമീപനം എന്ന് പറഞ്ഞാൽ ഒരു സാഹചര്യത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ആ സാഹചര്യത്തിലെ അവിടെയുള്ള സൂക്ഷ്മമായ അംശങ്ങളെ കുറിച്ചുള്ള പഠനമാണ് നടന്നത്. അങ്ങനെയല്ല പഠനം നടക്കേണ്ടത് എന്നാണ് അവർ പറയുന്നത്. അവർ പറഞ്ഞത് ഒരു സാഹചര്യത്തെ നമ്മൾ പഠിക്കുമ്പോൾ ആ സാഹചര്യത്തെ മൊത്തത്തിൽ എടുത്തുകൊണ്ട് വേണം പഠിക്കാൻ. കാരണം നമ്മൾ കാണുന്നതും ചിന്തിക്കുന്നതും ഒക്കെ സമഗ്രതകളെയാണ്. അതുകൊണ്ട് തന്നെ സമഗ്രമായുള്ള പഠന രീതിയാണ് വേണ്ടത്. അതിനു വേണ്ടിയിട്ട് അവർ രൂപം കൊടുത്തതാണ് ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രം. സൂക്ഷ്മാംശങ്ങളെ കുറിച്ച് പഠിക്കുന്നവർ പറഞ്ഞു സൂക്ഷ്മാംശങ്ങളുടെ കൂടിച്ചേരലിന്റെ ഫലമാണ് ഈ നാം കാണുന്നത് എന്തും എന്ന സമീപനമായിരുന്നു മോളിക്കുലാർ സമീപന രീതി സ്വീകരിച്ചവരുടെ വാദം. അവർ പറഞ്ഞു അത് ശരിയല്ല, നമ്മളൊരു സാഹചര്യത്തെ മൊത്തത്തിൽ കണ്ടുകൊണ്ട് സമഗ്രതയെ കുറിച്ചാണ് നമ്മൾ പഠിക്കേണ്ടത്. നമ്മൾ കാണുന്നതും ചിന്തിക്കുന്നതും അങ്ങനെ തന്നെ ആണല്ലോ. അതുകൊണ്ട് പുതിയ പഠന രീതി വരണം. അതിനു വേണ്ടിയിട്ടാണ് ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രം എന്ന മനഃശാസ്ത്ര വിഭാഗം രൂപം നൽകപ്പെട്ടത്. 22. ജോൺ അവന്റെ ടീമിന്റെ വിജയം ആഘോഷിക്കുകയും അതിൽ സംതൃപ്തി അനുഭവിക്കുകയും ചെയ്യുന്നു. അവൻ ഉപയോഗിക്കുന്ന സമായോജന തന്ത്രം ഏതാണ്? ജോൺ സെലിബ്രേറ്റ്സ് ദ വിക്ടറി ഓഫ് ഹിസ് ടീം ആൻഡ് ഫീൽസ് സാറ്റിസ്ഫൈഡ്. ഹി ഈസ് യൂസിംഗ് ദ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം. അനുപൂരണം അഥവാ കോമ്പൻസേഷൻ. ബി. പ്രക്ഷേപണം അഥവാ പ്രൊജക്ഷൻ. സി. യുക്തീകരണം അഥവാ റാഷണലൈസേഷൻ. ഡി. താദാത്മീകരണം അഥവാ ഐഡന്റിഫിക്കേഷൻ. ഡി ആണ് ഉത്തരം, താദാത്മീകരണം അഥവാ ഐഡന്റിഫിക്കേഷൻ. ജോൺ അവന്റെ ടീമിന്റെ വിജയം ആഘോഷിക്കുകയും അതിൽ സംതൃപ്തി അനുഭവിക്കുകയും ചെയ്യുന്നു. അവൻ ഉപയോഗിക്കുന്ന സമായോജന തന്ത്രം താദാത്മീകരണം അഥവാ ഐഡന്റിഫിക്കേഷൻ ആണ്. എന്താണ് ഈ പറഞ്ഞ താദാത്മീകരണം? അനുപൂരണം, പ്രക്ഷേപണം, യുക്തീകരണം എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ഇവയൊക്കെ ചില സമായോജന തന്ത്രങ്ങളാണ്, അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം. എന്താണ് അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം എന്ന് പറഞ്ഞാൽ? അതൊക്കെ നമുക്ക് ഒന്ന് സംക്ഷിപ്തമായിട്ട് പരിശോധിക്കാം. മോഹഭംഗങ്ങളിൽ നിന്നും മാനസിക സംഘർഷങ്ങളിൽ നിന്നും രക്ഷപ്പെടാനോ അവയെ പ്രതിരോധിക്കാനോ വേണ്ടി വ്യക്തികൾ സ്വീകരിക്കുന്ന ചില തന്ത്രങ്ങളുണ്ട്. അവയാണ് പ്രതിരോധ തന്ത്രങ്ങൾ, ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം. മോഹഭംഗങ്ങളിൽ നിന്നും മാനസിക സംഘർഷങ്ങളിൽ നിന്നും രക്ഷപ്പെടാനോ അവയെ പ്രതിരോധിക്കാനോ വേണ്ടി
വ്യക്തികൾ സ്വീകരിക്കുന്ന തന്ത്രങ്ങളാണ് പ്രതിരോധ തന്ത്രങ്ങൾ. ഒന്നാമതായി നമുക്ക് ദമനം അഥവാ റെപ്രഷൻ എന്താണ് എന്ന് നോക്കാം. നമുക്ക് ഒരുപാട് വേദനാജനകമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. നമ്മുടെ മനസ്സിൽ പലവിധ മാനസിക സംഘട്ടനങ്ങൾ ഉണ്ടാകും. നമുക്ക് നടക്കാതെ പോയ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാകും. അവയൊക്കെ നമ്മുടെ മനസ്സിന്റെ ഉള്ളിലേക്ക്, നമ്മുടെ അബോധ മനസ്സിലേക്ക് തള്ളിവിടുന്ന പ്രക്രിയ, അതിനെയാണ് ദമനം എന്ന് പറയാം. വേദനാജനകമായ അനുഭവങ്ങളും മാനസിക സംഘട്ടനങ്ങളും സാക്ഷാത്കരിക്കാനാവാത്ത ആഗ്രഹങ്ങളുമൊക്കെ നമ്മുടെ അബോധ മനസ്സിലേക്ക് തള്ളിവിടുന്ന പ്രക്രിയയാണ് ദമനം. അതുകൊണ്ട് ഇതുവഴി എന്താണ് ആ വ്യക്തി ശ്രമിക്കുന്നത്? അയാളെ അസ്വസ്ഥമാക്കിയേക്കാവുന്ന അനുഭവങ്ങളെയൊക്കെ അയാൾ മറക്കാൻ ശ്രമിക്കുകയാണ്. പിരിമുറുക്കമോ ഉത്കണ്ഠയോ ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളൊന്നും ഇല്ല എന്ന് വിശ്വസിച്ച് ഒരു താൽക്കാലിക ആശ്വാസം കൈവരിക്കുകയാണ് ദമനം വഴി അയാൾ ചെയ്യുന്നത്. പ്രതിരോധ തന്ത്രങ്ങളിൽ രണ്ടാമത്തേതാണ് പ്രക്ഷേപണം അഥവാ പ്രൊജക്ഷൻ. സ്വന്തം ബലഹീനതകൾ മറ്റുള്ളവരിൽ ആരോപിക്കുക, അതാണ് പ്രക്ഷേപണം. അതായത് സ്വന്തം പരാജയങ്ങൾക്ക് ഉത്തരവാദിത്തം മറ്റുള്ളവരാണ് എന്ന് പറയാം, അതാണ് പ്രക്ഷേപണം. ഉദാഹരണത്തിന് ടെന്നീസ് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ പന്ത് റാക്കറ്റ് കൊണ്ട് അടിച്ചപ്പോ അത് നെറ്റിൽ തട്ടി. അപ്പോൾ അയാൾ ഇത് എന്റെ കുഴപ്പമാണ് എന്നല്ല ചിന്തിക്കുക, ഇത് റാക്കറ്റിന്റെ കുഴപ്പമാണ്, എന്റെ കയ്യിലിരിക്കുന്ന റാക്കറ്റിലേക്കാണ് അയാൾ നോക്കുക. ഇത് എന്റെ കുഴപ്പമല്ല, റാക്കറ്റിന്റെ കുഴപ്പമാണ് എന്ന് അയാൾ പറയും. ഇതിനെയാണ് പ്രക്ഷേപണം എന്ന് പറയുക. ഈ റാക്കറ്റിന് എന്തോ തകരാറുണ്ട് എന്നാണ് അയാൾ പറയുക. മൂന്നാമത്തേതാണ് ഐഡന്റിഫിക്കേഷൻ അഥവാ താദാത്മീകരണം. അതായത് ഒരു വ്യക്തി ഏതെങ്കിലും വ്യക്തിയുമായോ സംഘവുമായോ സ്ഥാപനവുമായോ താദാത്മ്യം പ്രാപിച്ച് അവരുടെ വിജയത്തിൽ സ്വയം സംതൃപ്തി നേടുന്നു. കുട്ടികൾ പലപ്പോഴും മാതാപിതാക്കളുമായോ സിനിമാ താരങ്ങളുമായോ ക്രിക്കറ്റ് കളിക്കാരുമായോ താദാത്മ്യം നേടി കീർത്തിക്കും അംഗീകാരത്തിനുമൊക്കെയുള്ള തങ്ങളുടെ ആഗ്രഹം സാധിക്കുന്നു. അഥവാ ഒരു ക്രിക്കറ്റ് ടീമിന്റെ ആളായിത്തീരുന്നു. അവരുടെ വിജയത്തിൽ ഇവൻ വലിയ സന്തോഷമുണ്ടാവുന്നു. ഒരു സിനിമാ താരത്തിന്റെ ആളാവുന്നു. അവന്റെ സിനിമ വിജയിക്കുമ്പോൾ അത് തനിക്ക് കിട്ടിയ അംഗീകാരം പോലെ തന്നെ തന്റെ കൂട്ടുകാർക്കിടയിലൊക്കെ പറയുന്നു. ഇതിനെയാണ് താദാത്മീകരണം എന്ന് പറയുന്നത്. പ്രതിരോധ തന്ത്രങ്ങളിൽ നാലാമത്തേതാണ് യുക്തീകരണം അഥവാ റാഷണലൈസേഷൻ. ഒരു വ്യക്തി തന്റെ ബലഹീനതകൾ, പരാജയങ്ങൾ, കഴിവുകേടുകൾ തുടങ്ങിയവയൊക്കെ തെറ്റായ കാരണങ്ങൾ വഴി ന്യായീകരിക്കുന്ന തന്ത്രം, അതാണ് റാഷണലൈസേഷൻ. തന്റെ ബലഹീനതകളെയും പരാജയങ്ങളെയും കഴിവുകേടുകളെയും ഒക്കെ തെറ്റായ കാരണങ്ങൾ വഴി ന്യായീകരിക്കുന്ന തന്ത്രം, അതാണ് റാഷണലൈസേഷൻ. എന്തിനാണ് അയാൾ അങ്ങനെ ചെയ്യുന്നത്? അയാളുടെ നിരാശാബോധം കുറക്കാൻ. ഇത് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് പുളിക്കുന്ന മുന്തിരിങ്ങ ശൈലി, രണ്ട് മധുരിക്കുന്ന നാരങ്ങ ശൈലി. പുളിക്കുന്ന മുന്തിരിങ്ങ ശൈലി എന്ന് പറഞ്ഞാൽ ഈസോപ്പ് കഥയിലെ കുറുക്കന്റെ കഥ പോലെയാണ്. കുറുക്കന് മുന്തിരി കിട്ടാതായപ്പോ കുറുക്കൻ പറഞ്ഞു, ഇനി മുന്തിരി വേണ്ട, ആ മുന്തിരി പുളിക്കും എന്ന്. അതുപോലെ പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞ ഒരു കുട്ടി ചിലപ്പോ പറയും, കൂടുതൽ മാർക്ക് കിട്ടിയിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. അവന്റെ പോരായ്മയെ അവൻ ന്യായീകരിക്കുകയാണ്. കൂടുതൽ മാർക്ക് കിട്ടിയിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല എന്ന് പറയും. രണ്ടാമത്തെ തരമാണ് മധുരിക്കുന്ന നാരങ്ങ ശൈലി. അതായത് സ്വന്തം നേട്ടങ്ങളിൽ അവൻ സംതൃപ്തനല്ല, എന്നിട്ട് പോലും അയാൾ അത് വലിയൊരു നേട്ടമായിട്ട് കരുതും. ഉദാഹരണത്തിന് സസ്പെൻഷനിലായ ഒരു ഉദ്യോഗസ്ഥൻ പറയാണ്, ഇപ്പൊ എനിക്ക് കുടുംബം നോക്കാൻ ഒരുപാട് സമയം കിട്ടി എന്ന്. അപ്പോൾ അയാൾ സസ്പെൻഷനിലായി എന്നത് ഒരു നിരാശ ഉണ്ടാക്കുന്ന കാര്യമാണ്, അയാൾക്ക് സംതൃപ്തി ഉണ്ടാക്കുന്ന കാര്യമല്ല. പക്ഷെ അതിനെയും വലിയ നേട്ടമായിട്ട് അയാൾ അവതരിപ്പിക്കുകയാണ്, ഇപ്പൊ എനിക്ക് കുടുംബം നോക്കാൻ കുറെ സമയം കിട്ടി എന്ന്. അപ്പൊ ഇങ്ങനെ പറയുന്ന ഈ ശൈലിയെയാണ് റാഷണലൈസേഷൻ, യുക്തീകരണം എന്ന് പറയാം. ഇതുവഴി അയാൾ തന്റെ നിരാശാബോധം കുറക്കാനാണ് ശ്രമിക്കുന്നത്. അഞ്ചാമത്തതാണ് ഉദാത്തീകരണം, സബ്ലിമേഷൻ. അതായത് സമൂഹത്തിന് സ്വീകാര്യമല്ലാത്ത ചില ആഗ്രഹങ്ങൾ ചില വ്യക്തികൾക്കുണ്ടാകും. അവർക്ക് ആ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കണം. അതിനെന്താണ് വഴി? അതിന് അവരൊരു തന്ത്രം കണ്ടെത്തും. ആ ആഗ്രഹങ്ങളെ ശക്തമായ സാമൂഹിക അംഗീകാരമുള്ള പാതയിലേക്ക് തിരിച്ചുവിടും. അതിനെയാണ് സബ്ലിമേഷൻ എന്ന് പറയാം. ഉദാഹരണത്തിന് ഈ സമൂഹത്തിന് സ്വീകാര്യമല്ലാത്ത ഈ ആഗ്രഹങ്ങൾ മിക്കപ്പോഴും ലൈംഗിക സ്വഭാവമുള്ളതായിരിക്കും. അതുകൊണ്ട് ഇവരെന്ത് ചെയ്യും? അവയുടെ പ്രകടനം, ഈ ലൈംഗിക സ്വഭാവമുള്ള ഇവയുടെയൊക്കെ പ്രകടനം സംഗീതം, കല, സാഹിത്യം എന്നിവയിലെ സർഗപ്രവൃത്തികളാണ് എന്ന് പറഞ്ഞ് ഉദാത്തീകരിക്കുക അവർ.
ഇതിനെയാണ് സബ്ലിമേഷൻ എന്ന് പറയുന്നത്. അതുവഴി ഒരു വ്യക്തി തന്റെ വ്യക്തിത്വത്തിലെ അധീശത്വ ഭാവം വികസിപ്പിച്ച് അങ്ങനെ സംഭവിക്കുന്ന ഉദാത്തീകരണത്തിലൂടെ തന്റെ പോരായ്മകൾ പലതും നീക്കുന്നു. അതാണ് സബ്ലിമേഷൻ. ആറാമത്തേതാണ് അനുപൂരണം, കോമ്പൻസേഷൻ. ഒരു രംഗത്തുള്ള പോരായ്മ മറ്റൊരു രംഗത്ത് തനിക്കുള്ള ശക്തിയിലൂടെ മറക്കാൻ ശ്രമിക്കുന്ന തന്ത്രം, അതാണ് കോമ്പൻസേഷൻ. അഥവാ അക്കാദമിക വിഷയങ്ങളിൽ പരാജയപ്പെടുന്ന ഒരു കുട്ടി അഥവാ പഠനത്തിൽ പരാജയപ്പെടുന്ന ഒരു കുട്ടി സ്പോർട്സിലെ നേട്ടങ്ങളിലൂടെ തന്റെ ആത്മാഭിമാനം വീണ്ടെടുക്കുന്നു. അത് അനുപൂരണത്തിന് ഉദാഹരണമാണ്. പഠിക്കാൻ കഴിയുന്നില്ല, അതിൽ നാണക്കേടുണ്ട്, അപ്പൊ അത് പരിഹരിക്കാൻ എന്താ ചെയ്യുക? അത് അവൻ മറ്റൊരു കഴിവിലൂടെ അതിന് പരിഹാരം ഉണ്ടാക്കണം. അതായത് അവന്റെ സ്പോർട്സ് കഴിവുകളൊക്കെ, സ്പോർട്സിലൊക്കെ ഒരുപാട് ട്രോഫികളൊക്കെ നേടിയിട്ട് തന്റെ ആത്മാഭിമാനം വീണ്ടെടുക്കാൻ അവൻ ശ്രമിക്കുന്നു. ഏഴാമത്തതാണ് പശ്ചാത്ഗമനം അഥവാ റെഗ്രഷൻ. അതായത് ഒരു വ്യക്തി വികസനത്തിന്റെ മുൻഘട്ടത്തിലേക്ക് തന്നെ തിരിച്ചു പോകുന്ന തന്ത്രം, അതാണ് പശ്ചാത്ഗമനം. അതായത് ഒരു കുട്ടിക്ക് എല്ലാവിധ പരിഗണനയും ലഭിച്ചുകൊണ്ടിരുന്നു, അവന്റെ മാതാപിതാക്കൾ അവനെ നന്നായി ലാളിച്ചുകൊണ്ടിരുന്നു. പക്ഷെ പുതിയൊരു കുട്ടി കൂടി ജനിച്ചപ്പോ മൂത്ത കുട്ടിക്ക് ചെറിയ കുട്ടിയുടെ അത്ര പരിഗണന ലഭിക്കുന്നില്ല. അപ്പോൾ മൂത്ത കുട്ടി പലപ്പോഴും തന്റെ പഴയകാല ശൈലിയിലേക്ക് തിരിച്ചു പോകും. മാതാപിതാക്കൾ തന്നെയും കൂടുതൽ ശ്രദ്ധിക്കാൻ വേണ്ടി ആ കുട്ടി നിരന്തരം കരഞ്ഞുകൊണ്ടേയിരിക്കും, കിടക്കയിൽ മൂത്രമൊഴിച്ചുകൊണ്ടേയിരിക്കും. അതൊക്കെ അവന്റെ പഴയകാല ചര്യകളാണ്. പഴയകാലത്ത് അവൻ അങ്ങനെയായിരുന്നു. ഇപ്പൊ അവൻ വളർന്ന് വലുതായി ആ ശീലങ്ങളൊക്കെ മാറിയതും മാറ്റേണ്ടതുമാണ്. പക്ഷേ ഇവന് പരിഗണന കിട്ടാൻ വേണ്ടിയിട്ട് മുമ്പ് കരഞ്ഞതുപോലെ തന്നെ അവൻ കരയാൻ തുടങ്ങുന്നു, കിടക്കയിലൊക്കെ മൂത്രമൊഴിക്കാൻ തുടങ്ങുന്നു. ഇതിനെയാണ് പശ്ചാത്ഗമനം അഥവാ റെഗ്രഷൻ എന്ന് പറയാ. വികസനത്തിന്റെ ഒരു മുൻഘട്ടത്തിലേക്ക് തന്നെയുള്ള തിരിച്ചുപോക്ക്, അതാണ് റെഗ്രഷൻ. 23ാമത്തെ ചോദ്യം. റാണി നല്ല നേതൃപാഠവും സഹപാഠികളുമായി നല്ല ബന്ധം നിലനിർത്താൻ കഴിവുമുള്ള ഒരു കുട്ടിയാണ്. അവൾക്കുള്ളത്. റാണി നല്ല നേതൃപാഠവും സഹപാഠികളുമായി നല്ല ബന്ധം നിലനിർത്താൻ കഴിവുമുള്ള ഒരു കുട്ടിയാണ്. അവൾക്കുള്ളത്. റാണി ഈസ് എ സ്റ്റുഡന്റ് ഹാവിംഗ് ലീഡർഷിപ്പ് സ്കിൽസ് ആൻഡ് മെയിൻറ്റെയിൻസ് ഗുഡ് റിലേഷൻഷിപ്പ് വിത്ത് ഹെർ പിയർ ഗ്രൂപ്പ്. ഷീ ഈസ് ഹാവിംഗ് എ യുക്തിഗണിത ബുദ്ധി, ലോജിക്കൽ മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ്. ബി ദൃശ്യസ്ഥലപര ബുദ്ധി, വിഷ്വോ സ്പേഷ്യൽ ഇന്റലിജൻസ്. വ്യക്താന്തര ബുദ്ധി, ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ്. ആന്തരിക വൈയക്തിക ബുദ്ധി, ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസ്. സി ആണ് ഉത്തരം, വ്യക്താന്തര ബുദ്ധി അഥവാ ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ്. റാണിക്ക് ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് നന്നായിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് നേതൃപാഠവും സഹപാഠികളുമായി നല്ല ബന്ധം നിലനിർത്താനുമുള്ള കഴിവുള്ളത്. ഇത് മൾട്ടിപ്പിൾ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. പരീക്ഷകളിൽ, പ്രത്യേകിച്ച് മത്സര പരീക്ഷകളിലും കേട്ടഡ് പരീക്ഷകളിലുമൊക്കെ ചോദിക്കാറുള്ള പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ്. എന്താണ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ്? ഏതെല്ലാമാണ് അതിന്റെ ഭാഗങ്ങൾ? നമുക്കൊന്ന് പരിശോധിക്കാം. മൾട്ടിപ്പിൾ ഇന്റലിജൻസ് അഥവാ ബഹുതര ബുദ്ധികൾ, ഈ ആശയം മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട സൈദ്ധാന്തികനാണ് ഹൊവാർഡ് ഗാർഡ്നർ. അദ്ദേഹം 1983 ഒരു പുസ്തകം എഴുതി, മനസ്സിന്റെ ചട്ടക്കൂടുകൾ, ഫ്രെയിംസ് ഓഫ് മൈൻഡ്. ആ പുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞത് ഓരോ വ്യക്തിയും സ്വതന്ത്രമായ 7 മാനസിക ശേഷികളുടെ അഥവാ 7 ബുദ്ധിശക്തികളുടെ എങ്കിലും ഉടമയാണ് എന്നാണ്. അപ്പൊ 7 മാനസിക ശേഷികൾ അഥവാ 7 ബുദ്ധിശക്തികൾ ഒരു മനുഷ്യൻ ഉണ്ട് എന്നാണ് ഹൊവാർഡ് ഗാർഡ്നർ 1983 എഴുതിയ ആ പുസ്തകത്തിൽ പറയുന്നത്. അതിൽ 2 വിദ്യാലയത്തിൽ പതിവ് ശൈലിയിൽ വിലയിരുത്തപ്പെട്ടു പോന്നു. പിന്നത്തെ 3 പ്രായണ കലകളുമായി ബന്ധപ്പെട്ടവയാണ്. പിന്നത്തെ 2 അദ്ദേഹത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ വൈയക്തികമായ ബുദ്ധിയാണ്. അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം. അപ്പൊ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് എന്ന ഈ ആശയം പ്രധാനമായും മുന്നോട്ട് വെച്ചത് ഹൊവാർഡ് ഗാർഡ്നർ ആണ്. ഇനി നമുക്ക് ഹൊവാർഡ് ഗാർഡ്നർ പറഞ്ഞിട്ടുള്ള 7 തരം ബുദ്ധിശക്തികൾ പരിശോധിക്കാം. ഒന്നാമത്തത് വിഷ്വൽ ഓർ സ്പേഷ്യൽ ഇന്റലിജൻസ്, ദർശന അല്ലെങ്കിൽ സ്ഥലപരിമാണ ബോധ ബുദ്ധിശക്തി. ഈ ബുദ്ധിശക്തി കൂടുതലുള്ള വിദ്യാർത്ഥികൾ ചിത്രങ്ങളിലൂടെയാണ് ചിന്തിക്കുക.
അവർ ഭൂപടങ്ങളും ചാർട്ടുകളും ചിത്രങ്ങളും വീഡിയോകളും ചലച്ചിത്രങ്ങളും ഒക്കെ സൂക്ഷ്മമായിട്ട് പരിശോധിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുന്നവരാണ്. അവർ അറിവ് നിലനിർത്താൻ വേണ്ടിയിട്ട് വ്യക്തമായ മാനസിക ബിംബങ്ങൾ സൃഷ്ടിക്കാനൊക്കെ അവർക്ക് കഴിയും. അവരുടെ പ്രത്യേകമായ ശേഷികൾ നമ്മൾ പരിശോധിച്ചാൽ അവർ പ്രഹേളിക സൃഷ്ടി, വായന, ചാർട്ടുകളുടെയും ഗ്രാഫുകളുടെയും പഠനം, നല്ല ദിശാബോധം, ചിത്രരചന, പെയിന്റിംഗ്, അതുപോലെ ദർശക സാദൃശ്യങ്ങളുടെയും ദൃഷ്ടാന്തങ്ങളുടെയും സൃഷ്ടി, ബിംബങ്ങളുടെ കൈകാര്യം, നിർമ്മിതി, നിത്യജീവിതത്തിൽ പ്രയോജനകരമായ പദാർത്ഥങ്ങളുടെ നിർമ്മാണം, ദർശക ബിംബങ്ങളുടെ വ്യാഖ്യാനം തുടങ്ങിയവയൊക്കെയാണ് അവരുടെ ശേഷികൾ. ഇവർ ഭാവിയിൽ ആരായിത്തീരും? ഭാവിയിൽ അവർ നാവികരായിത്തീരാം, ശില്പികളായിത്തീരാം, ദൃശ്യ കലാകാരന്മാരായിത്തീരാം, കണ്ടുപിടുത്തക്കാരായി മാറാം, ആർക്കിടെക്റ്റുകൾ, ഇന്റീരിയർ ഡിസൈനർമാർ, മെക്കാനിക്കൽ എഞ്ചിനീയർമാർ ഒക്കെ ആകുവാനുള്ള സാധ്യത ഇത്തരം ബുദ്ധിശക്തി ഉയർന്ന വിദ്യാർത്ഥികളിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതൊക്കെ ആവാനുള്ള സാധ്യതയുണ്ട്. നാവികരും ശില്പികളും ദൃശ്യകലാകാരന്മാരും കണ്ടുപിടുത്തക്കാരും ആർക്കിടെക്റ്റുകളും ഇന്റീരിയർ ഡിസൈനർമാരും മെക്കാനിക്കുകളും എഞ്ചിനീയർമാരും ഒക്കെ ആവാനുള്ള സാധ്യതയാണ് ഇത്തരം ബുദ്ധിശക്തി കൂടിയവർക്ക് ഉള്ളത്. മറ്റൊരു ചോദ്യം, റീത്ത കമ്പ്യൂട്ടർ ഗ്രാഫിക്സിലും ചിത്രം വരയിലും വളരെ താല്പര്യവും കഴിവുമുള്ള ആളാണ്. ഈ താല്പര്യത്തെ ഏത് ബുദ്ധിശക്തിയുമായി ബന്ധപ്പെടുത്താം? നമുക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞു സ്പേഷ്യൽ ഇന്റലിജൻസ് ഉള്ള ആളുകളുടെ ശേഷികളെ കുറിച്ച്. അവർക്ക് ചിത്രരചന, പെയിന്റിങ് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ പ്രത്യേക ശേഷി ഉണ്ടായിരിക്കുമെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ സ്പേഷ്യൽ ഇന്റലിജൻസ് ആണ്, അഥവാ ദൃശ്യസ്ഥലപര ബുദ്ധിയാണ് കുട്ടിക്കുള്ളത് എന്ന് ഇത് മനസ്സിലാക്കാം. അത്തരം ആളുകൾക്ക് ചിത്രരചനയിൽ പെയിന്റിങ്ങിലും ഒക്കെ നല്ല കഴിവുണ്ടായിരിക്കും, അതിൽ താല്പര്യവും ഉണ്ടായിരിക്കും. അപ്പോൾ ഡി എന്ന ഓപ്ഷനാണ് ശരിയായ ഉത്തരം, ദൃശ്യസ്ഥലപര ബുദ്ധി അഥവാ സ്പേഷ്യൽ ഇന്റലിജൻസ്. രണ്ടാമത്തേതാണ് വെർബൽ ഓർ ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ്, വാചിക അല്ലെങ്കിൽ ഭാഷാപരമായ ബുദ്ധി, ഭാഷാപരമായ ബുദ്ധിശക്തി. ഇത് വാക്കുകളും ഭാഷയും വേണ്ട പോലെ ഉപയോഗിക്കാനുള്ള കഴിവാണ്. ഇത് ഉയർന്ന നിലവാരത്തിൽ, അഥവാ ഇത് വളരെ കൂടുതലുള്ള വിദ്യാർത്ഥികൾക്ക് നല്ല ശ്രവണശേഷി ഉണ്ടായിരിക്കും, കേൾക്കാനുള്ള നല്ലൊരു ശേഷി അവർക്കുണ്ടായിരിക്കും. അവർ നല്ല പ്രഭാഷകരായിരിക്കും. അതുപോലെ പദങ്ങളിലൂടെയാണ് അവർ ചിന്തിക്കുക. നേരത്തെ പറഞ്ഞു ചിത്രം വഴിയാണ് അവർ ചിന്തിക്കുക എന്ന് നേരത്തെ സ്പേഷ്യൽ ഇന്റലിജൻസ് ഉള്ള ആളുകളെ കുറിച്ച് പറയുകയുണ്ടായി. എന്നാൽ ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ് ഉള്ള ആളുകൾ ചിന്തിക്കുന്നത് പദങ്ങളിലൂടെയാണ്. അവരുടെ പ്രത്യേകമായ ശേഷികൾ നമ്മൾ പരിശോധിക്കുമ്പോൾ സമർത്ഥമായ ശ്രവണം, അഥവാ നന്നായിട്ട് നല്ല കേൾവിക്കാരായിരിക്കും അവർ. നല്ല ഭാഷണം, നല്ല സംസാരിക്കാനുള്ള നല്ല ശേഷി ഉണ്ടായിരിക്കും. ലേഖനം, കഥാകഥനം, വിശദീകരണം, കാര്യങ്ങളൊക്കെ നന്നായി വിശദീകരിച്ചു കൊടുക്കാനുള്ള ശേഷി ഉണ്ടാകും. ബോധനം, അതുപോലെ ഫലിത പ്രയോഗം, പദങ്ങളുടെ രൂപഘടനയും അർത്ഥവും മനസ്സിലാക്കാനുള്ള കഴിവ്, വിവരങ്ങൾ ഓർത്തു വെക്കാനുള്ള ശേഷി, സ്വന്തം വീക്ഷണങ്ങൾ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനുള്ള കഴിവ്, ഭാഷാപ്രയോഗങ്ങളുടെ അപഗ്രഥനം, പദങ്ങളുടെ ധാരാളിത്വവും ഒഴുക്കും, ഉചിതമായ പദപ്രയോഗം, ഇതൊക്കെ അവരിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഭാവിയിൽ ഇവരാരായിത്തീരും? കവികളും പത്രപ്രവർത്തകരും എഴുത്തുകാരും അധ്യാപകരും നിയമജ്ഞരും രാഷ്ട്രീയ പ്രവർത്തകരും തർജ്ജമക്കാരും ഒക്കെ ആയിട്ട് ഇവർ ഈ ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ് ഉള്ള വ്യക്തികൾ, കുട്ടികൾ, വിദ്യാർത്ഥികൾ പിന്നീട് മാറുന്നത് കാണാൻ സാധിക്കും. അവർ കവികളാവാം, പത്രപ്രവർത്തകരാവാം, എഴുത്തുകാരും അധ്യാപകരും നിയമജ്ഞരും രാഷ്ട്രീയ പ്രവർത്തകരും തർജ്ജമക്കാരും ഒക്കെ ആയിട്ട് ഈ കുട്ടികൾ ഭാവിയിൽ മാറാനുള്ള സാധ്യതയുണ്ട്. മൂന്നാമത്തത് യുക്തിചിന്തന, ഗണിത ബുദ്ധിശക്തി, ലോജിക്കൽ മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ്. ഇത് ന്യായവാദം, യുക്തിചിന്തനം, സംഖ്യാബോധം എന്നിവയുടെ പ്രയോഗത്തിലുള്ള കഴിവാണ്. ന്യായവാദത്തിൻ്റെയും യുക്തിചിന്തനത്തിൻ്റെയും സംഖ്യാബോധത്തിൻ്റെയും ഒക്കെ പ്രയോഗത്തിലുള്ള കഴിവാണ് ലോജിക്കൽ മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ്. ഇത് കൂടുതലുള്ള വിദ്യാർത്ഥികൾ യുക്തിപരവും സംഖ്യാധിഷ്ഠിതവുമായ രീതിയിൽ ആശയപരമായി ചിന്തിച്ച് വിജ്ഞാന ശകലങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്നു. എപ്പോഴും ചുറ്റുപാടുമുള്ള ലോകത്തെ പറ്റിയിട്ട് ജിജ്ഞാസുക്കളായിരിക്കും ഈ കുട്ടികൾ. അവർ ധാരാളം ചോദ്യങ്ങൾ ഇങ്ങനെ ഉയർത്തിക്കൊണ്ടേയിരിക്കും. ഒരുപാട് പരീക്ഷണങ്ങളൊക്കെ നടത്തുന്നവരായിരിക്കും ഈ ലോജിക്കൽ മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ് ഉള്ള കുട്ടികൾ. അവരുടെ പ്രത്യേകമായ കഴിവുകൾ നമ്മൾ പരിശോധിച്ചാൽ പ്രശ്ന നിർദ്ധാരണം, വിവരങ്ങളുടെ വർഗീകരണം,
പരസ്പരം ബന്ധം വ്യക്തമാക്കുമാർ ഗുണാത്മകമായ ആശയങ്ങളെ കൈകാര്യം ചെയ്യൽ, യുക്തികളുടെ നീണ്ട ചങ്ങലകൾ കൈകാര്യം ചെയ്യൽ, നിയന്ത്രിതമായ പരീക്ഷണങ്ങൾ നടത്തുക, പ്രാകൃതിക പ്രതിഭാസങ്ങളുടെ സ്വഭാവം അന്വേഷിക്കുകയും അതിൽ അത്ഭുതം കൂറുകയും ചെയ്യുക, സങ്കീർണമായ ഗണിതക്രിയകളിൽ ഏർപ്പെടുക, ക്ഷേത്രഗണിത രൂപങ്ങൾ കൈകാര്യം ചെയ്യുക, സംഖ്യാരൂപ മാതൃകകളും സംഖ്യാശൃംഖലകളും വ്യാഖ്യാനിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുക. ഇതൊക്കെയായിരിക്കും ഈ ബുദ്ധി കൂടുതലുള്ള കുട്ടികളുടെ ശേഷികൾ. അവരുടെ താല്പര്യം ആ മേഖലയിലായിരിക്കും. ഇവർ ഭാവിയിൽ ആരായിത്തീരും? ശാസ്ത്രജ്ഞരാവും, എഞ്ചിനീയർ ആവാം, അക്കൗണ്ടന്റുമാരും, ഗണിതജ്ഞന്മാരും, കമ്പ്യൂട്ടർ പ്രോഗ്രാമർമാരും, ഗവേഷകന്മാരും ഒക്കെ ആയിട്ട് ഈ ലോജിക്കൽ മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ് ഉള്ള കുട്ടികൾ ഭാവിയിൽ മാറാനുള്ള വലിയ സാധ്യതയുണ്ട്. സ്കൂൾ സ്റ്റോറിൽ നിന്നും ഒരേ തരത്തിലുള്ള 50 നോട്ട് പുസ്തകങ്ങൾ പെട്ടെന്ന് എണ്ണിയെടുക്കുവാൻ പ്രതിഭയോട് ടീച്ചർ പറഞ്ഞു. പ്രതിഭ ആദ്യം 10 എണ്ണം പെട്ടെന്ന് എണ്ണിയെടുത്തു. തുടർന്ന് അതേ ഉയരത്തിലുള്ള 4 കെട്ടുകൾ പെട്ടെന്നെടുത്ത് 50 പുസ്തകങ്ങൾ പൂർത്തിയാക്കി. പ്രതിഭ ഇവിടെ പ്രകടിപ്പിച്ചത് ഏത് തരം ബുദ്ധിയാണ് എന്നതാണ് ചോദ്യം. ഇവിടെ യുക്തിപരവും ഗണിതപരവുമായ ബുദ്ധിയാണ് കുട്ടി കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ബി ആണ് ശരിയായ ഉത്തരം, ലോജിക്കോ മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ്. 4-മത്തത് കായിക ചാലക ബുദ്ധിശക്തി, ബോഡിലി കൈനസ്തെറ്റിക് ഇന്റലിജൻസ്. ഇത് ശാരീരികമായ ചലനങ്ങളെ, നമ്മുടെ ശരീരത്തിന്റെ ചലനങ്ങളെ നിയന്ത്രിക്കാനും പദാർത്ഥങ്ങൾ നിപുണമായി കൈകാര്യം ചെയ്യാനുമുള്ള ശേഷിയാണ്. ഇത് കൂടുതലുള്ള വിദ്യാർത്ഥികൾ ചലനങ്ങളിലൂടെ ആത്മാവിഷ്കാരം നടത്തുന്നു. അവർക്ക് നല്ല സമതുലന ബോധമുണ്ടായിരിക്കും. അവരുടെ കണ്ണും കൈയും ഇണങ്ങിച്ചേരും. അഥവാ അവർ ഉദ്ദേശിക്കുന്ന വിധം അവരുടെ ശരീരത്തെ ചലിപ്പിക്കാൻ അവർക്ക് സാധിക്കും. പന്ത് കളി, മെയ്യഭ്യാസം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ അവർക്ക് വളരെ മികവുണ്ടായിരിക്കും. ചുറ്റുപാടുമുള്ള പ്രതലങ്ങളുമായി പ്രതികരിക്കുക വഴി അവർക്ക് വിവരങ്ങൾ ഓർക്കാനും കൈകാര്യം ചെയ്യാനും കഴിയും. അവരുടെ ശേഷികൾ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ നൃത്തം ചെയ്യാൻ സാധിക്കും. ശാരീരിക ചലനങ്ങളെ നിയന്ത്രിച്ചുകൊണ്ടാണല്ലോ നൃത്തം ചെയ്യുന്നത്. പിന്നെ കായിക സമായോജനം, കായിക പ്രകടനം, കൈകൊണ്ട് പ്രവർത്തിക്കേണ്ടുന്ന പരീക്ഷണങ്ങൾ അവർക്ക് ചെയ്യാൻ സാധിക്കും. ശരീരഭാഷയുടെ പ്രയോഗം, കൈത്തൊഴിലുകൾ, അഭിനയം, മൈമിങ്, കൈകൊണ്ട് സൃഷ്ടിക്കാനും നിർമ്മിക്കാനുമുള്ള ശേഷി, ശരീര ചലനങ്ങളിലൂടെയുള്ള വികാര പ്രകടനം, അനായാസവും താളാത്മകവുമായ ചലനങ്ങൾ, ഇതൊക്കെ ഈ ശേഷിയുള്ള ബോഡിലി കൈനസ്തെറ്റിക് ഇന്റലിജൻസ് ഉള്ള വ്യക്തികൾക്ക് സാധ്യമാണ്. ഭാവിയിൽ ഇവർ ആരായിത്തീരും? കായിക താരങ്ങളാവാം, കായിക അധ്യാപകരും, നർത്തകന്മാരും, നടന്മാരും, അഗ്നിശമന പ്രവർത്തകരും, ശില്പികളും, സർക്കസ് താരങ്ങളും ഒക്കെ ആയിട്ട് ഈ ബോഡിലി കൈനസ്തെറ്റിക് ഇന്റലിജൻസ് ഉള്ള ആളുകൾ ഭാവിയിൽ മാറുന്നതായിട്ട് കാണാൻ സാധിക്കും. 5-മത്തത് സംഗീതാത്മക താളാത്മക ബുദ്ധിശക്തിയാണ്, മ്യൂസിക്കൽ റിതമിക് ഇന്റലിജൻസ്. ഇത് സംഗീതം സൃഷ്ടിക്കാനും ആസ്വദിക്കാനുമുള്ള ശേഷിയാണ്. സംഗീത ബുദ്ധി നന്നായുള്ള വിദ്യാർത്ഥികൾ ശബ്ദത്തിൻ്റെയും താളത്തിൻ്റെയും രൂപമാതൃകകളുടെയും അടിസ്ഥാനത്തിലാണ് ചിന്തിക്കുക. ഇവരിൽ പലരും പരിസ്ഥിതിയിൽ കേൾക്കുന്ന ശബ്ദങ്ങളോട്, ഉദാഹരണം ചീവിടിൻ്റെ ശബ്ദം, മണിനാദം, അതുപോലെ വെള്ളം ഇറ്റുന്ന ശബ്ദം, ഇതിനോടൊക്കെ വല്ലാത്ത സംവേദനം പ്രകടിപ്പിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇവരുടെ പ്രത്യേക ശേഷികളെ നമ്മൾ പരിശോധിച്ചാൽ പാടുക, ചൂളമടിക്കുക, സംഗീതോപകരണങ്ങൾ കൈകാര്യം ചെയ്യുക, ശബ്ദമാതൃകകൾ തിരിച്ചറിയുക, സംഗീതം ആവിഷ്കരിക്കുക, ഗാനങ്ങൾ പെട്ടെന്ന് ഓർക്കുക, സംഗീതത്തിൻ്റെ ഘടനയും താളവും മനസ്സിലാക്കുക, വികാരങ്ങൾക്കൊത്ത് ശബ്ദ നിയന്ത്രണം നടത്തുക, ഇതൊക്കെ അവർക്ക് സാധിക്കും. ഭാവിയിൽ ഇവർ ആരാവാം? സംഗീതജ്ഞരാവാം, ഗായകരാവാം, വാദ്യവാദകനാവാം, ഗാനരചയിതാവും ഒക്കെ ആവാം. 6-മത്തെന്നാണ് വ്യക്തി പാരസ്പര്യ ബുദ്ധിശക്തി, ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ്. വ്യക്തി പാരസ്പര്യ ബുദ്ധിശക്തി ഇത് മറ്റുള്ളവരെ മനസ്സിലാക്കാനും അവരോട് പ്രതികരിക്കാനും സന്തോഷപ്രദമായ ബന്ധങ്ങൾ സ്ഥാപിക്കാനുമുള്ള ശേഷിയാണ്. മറ്റുള്ളവരുമായി നല്ല ബന്ധങ്ങൾ സ്ഥാപിച്ചെടുക്കാനുള്ള ശേഷിയുള്ളവർ. ഈ ശേഷിയുള്ള ആളുകൾ മറ്റുള്ളവരുടെ കണ്ണിലൂടെ കാര്യങ്ങൾ നോക്കിക്കാണാൻ ശ്രമിക്കും. ഇവരുടെ പ്രത്യേകത, സാധാരണഗതിയിൽ ഇവർ സംഘപ്രവർത്തനങ്ങളിൽ സമാധാനം നിലനിർത്താനും സഹകരണം പ്രോത്സാഹിപ്പിക്കാനും ശ്രമിക്കും. അഥവാ
കൂട്ടായ പ്രവർത്തനങ്ങളിൽ മുഴുകാൻ താല്പര്യപ്പെടുന്ന ആളുകളായിരിക്കും ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ്. മറ്റുള്ളവരുമായിട്ട് നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാനൊക്കെ അവർക്ക് സാധിക്കും. അവർക്ക് സംഭാഷണത്തിലും അതുപോലെ ശരീരഭാഷയിലുമൊക്കെ ജനങ്ങളുമായിട്ട് ആശയവിനിമയം നടത്താനും നല്ല ശേഷിയുള്ള ആളുകളായിരിക്കും ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് ഉള്ളവർ. ഇവരുടെ ശേഷികൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. കാര്യങ്ങൾ മറ്റൊരു വ്യക്തിയുടെ വീക്ഷണത്തിലൂടെ നോക്കിക്കാണാൻ അവർക്ക് സാധിക്കും. ക്ഷമാപൂർവമായ ശ്രദ്ധ അവർക്കുണ്ടാകും. മറ്റു വ്യക്തികളുടെ മാനസിക നിലയും വികാരങ്ങളും അവർ മനസ്സിലാക്കും. മാർഗദർശനം നൽകുക, സംഘവുമായി സഹകരിക്കുക, അഥവാ ഒരു ഗ്രൂപ്പ് കുറെ ആളുകളുമായിട്ട് ഒന്നിച്ച് സഹകരിച്ചു പോവാൻ അവർക്ക് സാധിക്കും. വ്യക്തികളുടെ ഉൾപ്രേരണകളും ഉദ്ദേശങ്ങളും മനസ്സിലാക്കുക, സാധാരണ ഭാഷയിലൂടെയും അല്ലാതെയും ആശയവിനിമയങ്ങളിൽ ഏർപ്പെടുക, വിശ്വാസം വളർത്തുക, എതിർപ്പുകൾ സമാധാനപരമായിട്ട് ഒത്തുതീർപ്പാക്കുക, മറ്റു വ്യക്തികളുമായി നല്ല ബന്ധം സ്ഥാപിക്കുക. ഇതൊക്കെയായിരിക്കും അവരുടെ പ്രത്യേകമായിട്ടുള്ള ശേഷികൾ. ഇവർ ഭാവിയിൽ ആരാവും? മാർഗദർശകന്മാരാവാം, വിൽപ്പനക്കാരാവാം, രാഷ്ട്രീയ പ്രവർത്തകരാവാം, വ്യവസായ സംരംഭകരാകാം, സാമൂഹിക പ്രവർത്തനാകാം, സാമൂഹിക സേവന സംഘടനാ പ്രവർത്തകനാകാം. അപ്പോൾ അങ്ങനെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന, ജനങ്ങൾക്ക് നേതൃത്വം നൽകി പ്രവർത്തിക്കുന്ന ആളുകളായിട്ട് മാറാനുള്ള സാധ്യത അവർക്കുണ്ട് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുക. സ്കൂളിൽ ക്ലാസ് തുടങ്ങി രണ്ടാമത്തെ ദിവസം തന്നെ ആ പുതിയ ക്ലാസ്സിലെ ഭൂരിഭാഗം കുട്ടികളെയും ഫൈസൽ പരിചയപ്പെട്ട് കഴിഞ്ഞു. ഫൈസലിൽ പ്രകടമായത് ഏത് തരം ബുദ്ധിശക്തി ആയിരിക്കും? അപ്പം മറ്റുള്ളവരുമായുള്ള ബന്ധം, സംഘപ്രവർത്തനത്തിലുള്ള ശേഷി, ഇതൊക്കെയാണ് ഫൈസലിൽ ഉള്ളത്. അപ്പോൾ ഫൈസൽ മികച്ചു നിൽക്കുന്നത്, ഫൈസലിൽ പ്രകടമായത് ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് ആണ്. വ്യക്തി പാരസ്പര്യ ബുദ്ധിശക്തി, ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ്. സി ആണ് ശരിയായ ഉത്തരം. ഏഴാമത്തതാണ് ആത്മദർശന ബുദ്ധി, ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസ്. നേരത്തെ ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് ആണ് നമ്മൾ പറഞ്ഞത്, ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസ് ആണ് ഇപ്പോൾ പറയുന്നത്. ഇത് സ്വന്തം പ്രവർത്തനങ്ങളെ യുക്തിപൂർവം പുനഃപരിശോധിക്കാനും സ്വന്തം ആന്തരികാവസ്ഥ കണ്ടറിയാനുമുള്ള ശേഷിയാണ്. ഇത് കൂടുതലുള്ള വിദ്യാർത്ഥികൾ അവരുടെ ആന്തരിക വികാരങ്ങളെയും സ്വപ്നങ്ങളെയും വ്യക്തിബന്ധങ്ങളെയും ശക്തി ദൗർബല്യങ്ങളെയും യുക്തിപൂർവം പുനഃപരിശോധിക്കും. അവർ ആരോഗ്യകരമായ ആത്മബോധം വളർത്തുന്നവരായിരിക്കും. അവരുടെ ശേഷികൾ നമ്മൾ പരിശോധിച്ചാൽ സ്വന്തം ബലങ്ങളും സ്വന്തം ബലഹീനതകളും തിരിച്ചറിയുന്നവരായിരിക്കും ഈ ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസ് ഉള്ളവർ. തങ്ങളെ തന്നെ അഥവാ സ്വന്തത്തെ തന്നെ അവർ യുക്തിപൂർവം വിലയിരുത്തുകയും അപഗ്രഥിക്കുകയും ചെയ്യും. തങ്ങളുടെ ആന്തരിക വികാരങ്ങളെ പറ്റിയിട്ട് അവർ ബോധവാന്മാരായിരിക്കും. സ്വന്തം ചിന്താശൈലിയെ അവർ വിലയിരുത്തും. സ്വന്തത്തോട് തന്നെ യുക്തിവാദം നടത്തും. അവർ മറ്റുള്ളവരുമായി ബന്ധപ്പെടുത്തി തങ്ങളുടെ പങ്ക് എന്താണ് എന്ന് അവർ മനസ്സിലാക്കും. ഇതൊക്കെയാണ് അവരുടെ ശേഷികൾ. ഇവർ ഭാവിയിൽ ആരാവാം? ഗവേഷകന്മാരാകാം, സൈദ്ധാന്തികന്മാരാവാം, ദാർശനികന്മാരും മതപ്രവർത്തകരും ഒക്കെ ആവാനുള്ള സാധ്യത കൂടുതലാണ് ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസ് ഉള്ളവർ. സ്വന്തം കഴിവുകളും പോരായ്മയും മനസ്സിലാക്കാൻ കഴിവുള്ളതും തന്നോടും മറ്റുള്ളവരോടും ആരോഗ്യപരമായ മനോഭാവം നിലനിർത്താനും കഴിവുള്ള കുട്ടിയിൽ പ്രമുഖമായി കാണപ്പെടുന്നത് ഏത് തരം ബുദ്ധിയാണ്? യുക്തിഗണിത ബുദ്ധി, ലോജിക്കൽ മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ്, പാരിസ്ഥിതിക ബുദ്ധി, നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസ്, വ്യക്തിയാന്തര ബുദ്ധി, ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ്, ആന്തരിക വൈയക്തിക ബുദ്ധി, ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസ്. സ്വന്തം കഴിവുകളും പോരായ്മയും മനസ്സിലാക്കാൻ, അല്ലെ, സ്വന്തം സ്ട്രെങ്ത്തുകൾ സ്വന്തം വീക്ക്നെസ്സുകളൊക്കെ മനസ്സിലാക്കാനുള്ള ശേഷി അവനുണ്ട്. അപ്പോൾ അത് ആന്തരിക വൈയക്തിക ബുദ്ധിയാണ്. ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസ് ആണ് ആ കുട്ടിക്കുള്ളത്. ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസ്, ഡി എന്ന ഓപ്ഷനാണ് ശരിയായ ഉത്തരം. 1999 ഹൊവാർഡ് ഗാർഡ്നർ ഒരു പുസ്തകം എഴുതി, ഇന്റലിജൻസ് റീഫ്രെയിംഡ് എന്ന പേരിൽ. ഇന്റലിജൻസ് റീഫ്രെയിംഡ് അഥവാ ബുദ്ധിശക്തി പുനഃപരിശോധിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ഇന്റലിജൻസ് റീഫ്രെയിംഡ്. ആ പുസ്തകത്തിൽ അദ്ദേഹം 8ാമത് ഒരു തരം ബുദ്ധിയെക്കുറിച്ച് കൂടി പറയുകയുണ്ടായി. നേരത്തെ അദ്ദേഹം 7 തരം ബുദ്ധിയെക്കുറിച്ചാണ് പറഞ്ഞത്. ഈ പുസ്തകത്തിലാണ്, ഇന്റലിജൻസ് റീഫ്രെയിംഡ് എന്ന പുസ്തകത്തിലാണ് അദ്ദേഹം 8ാമതൊരു തരം ബുദ്ധി കൂടി ഉണ്ട് എന്ന് പറഞ്ഞത്. അത് പ്രകൃതി ബന്ധിത ബുദ്ധിശക്തിയാണ്. നാച്ചുറലിസ്റ്റ് ഇന്റലിജൻസ്. നാച്ചുറലിസ്റ്റ് ഇന്റലിജൻസ്.
ഈ ബുദ്ധിശക്തി എന്ന് പറഞ്ഞാൽ ചെടികളെയും മൃഗങ്ങളെയും പ്രകൃതിയിലെ മറ്റു വസ്തുക്കളെയും ഒക്കെ തിരിച്ചറിയാനും വർഗീകരിക്കാനുമുള്ള കഴിവാണ്. കർഷകർ, ഉദ്യാനപാലകർ, സസ്യശാസ്ത്രജ്ഞർ, ഭൗമശാസ്ത്രജ്ഞർ, ഫ്ലോറിസ്റ്റുകൾ, പുരാവസ്തു വിദഗ്ധർ ഒക്കെ ഈ ബുദ്ധിശക്തി പ്രകടിപ്പിക്കുന്നവരാണ്. ഇവരുടെ ശേഷികൾ എന്തൊക്കെ എന്ന് പരിശോധിച്ചാൽ പ്രാകൃതിക അല്ലെങ്കിൽ പ്രകൃതി പ്രതിഭാസങ്ങളെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുന്നവരാണ് അവർ. അതിൻ്റെയൊക്കെ സവിശേഷതകൾ എന്തൊക്കെയാണ് എന്ന് അവർ മനസ്സിലാക്കും. എന്നിട്ട് അവയുടെ മാനസിക ബിംബങ്ങൾ അവർ സൃഷ്ടിക്കും. അതേപോലെ സസ്യങ്ങളെയും മൃഗങ്ങളെയും ഒക്കെ അതുപോലെ മറ്റ് ജീവികളെയും ഒക്കെ തിരിച്ചറിയാൻ അവർക്ക് സാധിക്കും. എന്നിട്ട് അവയെ വർഗീകരിക്കുവാൻ പല വർഗങ്ങളായും ഇനങ്ങളുമായിട്ടും ഒക്കെ വർഗീകരിക്കാൻ അവർക്ക് സാധിക്കും. അവയുടെ ബാഹ്യവും ആന്തരികവുമായ സവിശേഷതകൾ എന്തൊക്കെയാണ്, ഈ പ്രകൃതി പ്രതിഭാസങ്ങളുടെ ബാഹ്യവും ആന്തരികവുമായ സവിശേഷതകൾ എന്തൊക്കെയാണ് എന്നൊക്കെ പറയുവാൻ അവർക്ക് സാധിക്കും. ഈ നാച്ചുറലിസ്റ്റ് ഇന്റലിജൻസ് ഉള്ള ആളുകൾ അവർ കർഷകരും അതുപോലെ സസ്യശാസ്ത്രജ്ഞരും ഭൗമശാസ്ത്രജ്ഞരും ഒക്കെ ആയിട്ട് പുരാവസ്തു വിദഗ്ധരും ഒക്കെ ആയിട്ടാണ് ഭാവിയിൽ മാറാനുള്ള സാധ്യതയുള്ളത്. 24. കുട്ടികളുടെ സ്വഭാവം പഠിക്കുന്നതിനായി അധ്യാപിക ഒരു കുട്ടിയെ തിരഞ്ഞെടുത്ത് അവനെ അല്ലെങ്കിൽ അവളെ വിശദമായി പഠിക്കുന്ന രീതി ഉപയോഗിക്കുന്നതിനെ പറയുന്നത്. കുട്ടികളുടെ സ്വഭാവം പഠിക്കുന്നതിനായി അധ്യാപിക ഒരു കുട്ടിയെ തിരഞ്ഞെടുത്ത് അവനെ അല്ലെങ്കിൽ അവളെ വിശദമായി പഠിക്കുന്ന രീതി ഉപയോഗിക്കുന്നതിനെ പറയുന്നത് നിരീക്ഷണം അഥവാ ഒബ്സർവേഷൻ, കേസ് പഠനം അഥവാ കേസ് സ്റ്റഡി, പരീക്ഷണം അഥവാ എക്സ്പെരിമെന്റ്, അഭിമുഖം അഥവാ ഇന്റർവ്യൂ. ബി ആണ് ഉത്തരം. കേസ് പഠനം, കേസ് സ്റ്റഡി. ഒരു കുട്ടിയെ തെരഞ്ഞെടുത്ത് കുട്ടികളുടെ സ്വഭാവം പഠിക്കുന്നതിനായി അധ്യാപിക ഒരു കുട്ടിയെ തെരഞ്ഞെടുത്ത് അവനെ അല്ലെങ്കിൽ അവളെ വിശദമായി പഠിക്കുന്ന രീതി ഉപയോഗിക്കുന്നതിനെയാണ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. 25. വൈജ്ഞാനിക വികാസ സിദ്ധാന്തം ആവിഷ്കരിച്ചത്. വൈജ്ഞാനിക വികാസ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തിയറി വാസ് പോസ്റ്റുലേറ്റഡ് ബൈ ജീൻ പിയാഷെ, എബ്രഹാം മാസ്ലോ, വില്യം ജെയിംസ്, റോബർട്ട് ഗാഗ്നെ. എ ആണ് ഉത്തരം. ജീൻ പിയാഷെ. ജീൻ പിയാഷെയാണ് വൈജ്ഞാനിക വികാസ സിദ്ധാന്തം അഥവാ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തിയറി ആവിഷ്കരിച്ചത്. 26ാമത്തെ ചോദ്യം. പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥിയായ അനുമോൾക്ക് വായനാപരമായ ബുദ്ധിമുട്ടുകളും അതിനോട് അനുബന്ധിച്ചുള്ള പഠന പ്രശ്നങ്ങളും ഉണ്ട്. അവൾ അനുഭവിക്കുന്നത്. പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥിയായ അനുമോൾക്ക് വായനാപരമായ ബുദ്ധിമുട്ടുകളും അതിനോട് അനുബന്ധിച്ചുള്ള പഠന പ്രശ്നങ്ങളും ഉണ്ട്. അവൾ അനുഭവിക്കുന്നത് ഡിസ്ലെക്സിയ, ഡിസ്ഗ്രാഫിയ, ഡിസ്കാൽക്കുലിയ, ഡിസ്പ്രാക്സിയ. എ ആണ് ഉത്തരം. ഡിസ്ലെക്സിയ. ഡിസ്ലെക്സിയ, ഡിസ്ഗ്രാഫിയ, ഡിസ്കാൽക്കുലിയ, ഡിസ്പ്രാക്സിയ എന്നൊക്കെ പറഞ്ഞാൽ ചില പഠന വൈകല്യങ്ങളാണ്. എന്തൊക്കെയാണ് ഇവ? എന്താണ് പഠന വൈകല്യം എന്ന് പറഞ്ഞാൽ എന്തെല്ലാമാണ് പഠന വൈകല്യങ്ങൾ? ഈ വാക്കുകൾ കൊണ്ടൊക്കെ അർത്ഥമാക്കുന്നത് എന്താണ്? നമുക്കൊന്ന് വിശദമായിട്ട് പരിശോധിക്കാം. ഒന്നാമതായി ഡിസ്ലെക്സിയ. സാധാരണ കുട്ടികളിൽ കണ്ടുവരുന്ന ഒരു പഠന വൈകല്യമാണ് ഡിസ്ലെക്സിയ. ഈ കുട്ടികൾക്ക് ഭാഷാ പഠനത്തിലാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുക. ഒരു ഭാഷ സംസാരിക്കുക, എഴുതുക, വായിക്കുക തുടങ്ങിയ മേഖലകളിലൊക്കെ ഈ കുട്ടികൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകും. ഈ കുട്ടികൾ വാക്കുകൾ തെറ്റിച്ചാണ് ഉച്ചരിക്കുക. അതുപോലെ അക്ഷരങ്ങൾ എഴുതുമ്പോഴൊക്കെ അവ തല തിരിച്ചാണ് അവ എഴുതുക. ഉദാഹരണത്തിന് ന എന്നത് തല തിരിച്ച് ധ എന്നാണ് അവർ വായിക്കുകയും എഴുതുകയും ഒക്കെ ചെയ്യുക. ഇതിനെയാണ് ഡിസ്ലെക്സിയ എന്ന് പറയുന്നത്. ഭാഷാ പഠനത്തിലുള്ള പ്രശ്നമാണ് അത്. സംസാരിക്കുക, എഴുതുക, വായിക്കുക തുടങ്ങിയ മേഖലയിലൊക്കെ ഉണ്ടാകുന്ന കുഴപ്പമാണ് ഡിസ്ലെക്സിയ. രണ്ടാമത്തേതാണ് ഡിസ്ഗ്രാഫിയ. ഡിസ്ഗ്രാഫിയ എന്നത് കുട്ടിക്ക് ശരിയായി എഴുതാൻ കഴിയാത്ത പ്രശ്നമാണ്. കുട്ടികൾക്ക് ഈ അക്ഷരങ്ങളുടെ രൂപം വല്ലാത്ത ആശയക്കുഴപ്പം ഉണ്ടാക്കും. ഈ അക്ഷരങ്ങളുടെ രൂപം നന്നായി മനസ്സിലാക്കാൻ കുട്ടികൾക്ക് കഴിയില്ല. അതുകൊണ്ട് അവർക്ക് വായിക്കാൻ പ്രയാസം ഉണ്ടാകും. അക്ഷരത്തെറ്റ് കൂടാതെ എഴുതാൻ കുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാകും. ഇത്തരം കുട്ടികൾക്ക് കേൾവിക്കുറവ് കൂടി ഉണ്ടെങ്കിൽ അത് വലിയ പ്രശ്നമായിട്ട് മാറുകയും ചെയ്യും.
അപ്പൊ ഡിസ്ഗ്രാഫിയ എന്നത് പ്രധാനമായും എഴുതാൻ കഴിയാത്ത പഠന വൈകല്യമാണ്. ശരിയായ വിധത്തിൽ എഴുതാൻ പറ്റില്ല. അതിന് കാരണം അക്ഷരങ്ങളുടെ രൂപം കുട്ടികളെ കുഴപ്പിക്കുന്നതാണ്. മൂന്നാമത്തത് ഡിസ്കാൽക്കുലിയ. ഡിസ്കാൽക്കുലിയ ഉള്ള കുട്ടികൾക്ക് ഗണിതത്തിലാണ് ബുദ്ധിമുട്ടുണ്ടാവുക. അവർക്ക് കണക്ക് ചെയ്യാനും അതുപോലെ സമയം മനസ്സിലാക്കാനും പണം കൈകാര്യം ചെയ്യുന്നതിനുമൊക്കെ പ്രയാസങ്ങൾ ഉണ്ടാകും. ഈ അക്കങ്ങൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് അത് അവർക്ക് വലിയ പ്രയാസമാണ് ഉണ്ടാക്കുക. പ്ലസും മൈനസും എന്താണ് അതുമായിട്ട് താതാത്മ്യം പ്രാപിക്കാനും ആ കുട്ടികൾക്ക് കഴിയില്ല. അപ്പൊ ഡിസ്കാൽക്കുലിയ എന്നത് ഗണിതത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടാണ്. നാലാമത്തെ പഠന വൈകല്യമാണ് ഡിസ്പ്രാക്സിയ. ഡിസ്പ്രാക്സിയ എന്നത് പേശി പ്രവർത്തനങ്ങളിലെ പ്രശ്നങ്ങൾ പഠനത്തിൽ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ട്. നമ്മുടെ ശരീരത്തിലെ പേശികളുടെ പ്രവർത്തനത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മുടെ പഠനത്തിൽ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. അതിനെയാണ് ഡിസ്പ്രാക്സിയ എന്ന് പറയുന്നത്. ഇങ്ങനെ പേശികൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളുടെ ചലനങ്ങളെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെ പഠിക്കാൻ നമ്മൾ ചെയ്യേണ്ടുന്ന പല കാര്യങ്ങളും ചെയ്യാനും നമുക്ക് കഴിയില്ല. ഉദാഹരണത്തിന് പെൻസിൽ എങ്ങനെയാ പിടിക്കേണ്ടത് അത് വേണ്ട വിധം പിടിക്കാൻ കഴിയില്ല, നമ്മുടെ ശരീരത്തിലെ കൈയിലെ പേശികൾ വേണ്ട വിധം പ്രവർത്തിക്കുന്നില്ല എങ്കിൽ. അതേപോലെ ഷർട്ടിന്റെ ബട്ടൺസ് ഇടാൻ പറ്റില്ല. അതേപോലെ ഷൂ ലേസ് കെട്ടുന്നതിനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകും ഇങ്ങനെ ശരീരത്തിലെ പേശികൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ. അങ്ങനെ ശരീരത്തിലെ പേശികളുടെ പ്രവർത്തനത്തിലെ പ്രശ്നങ്ങൾ പഠനത്തിൽ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടിനെയാണ് ഡിസ്പ്രാക്സിയ എന്ന് പറയുന്നത്. 27. സർഗശേഷിയുള്ള ഒരു കുട്ടിയെ തിരിച്ചറിയാൻ ഉപയോഗപ്പെടുത്താവുന്ന ഏറ്റവും അനുയോജ്യമായ ടെസ്റ്റ് ഏതാണ്? സർഗശേഷിയുള്ള ഒരു കുട്ടിയെ തിരിച്ചറിയാൻ ഉപയോഗപ്പെടുത്താവുന്ന ഏറ്റവും അനുയോജ്യമായ ടെസ്റ്റ് ഏതാണ്? ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ടെസ്റ്റ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഐഡന്റിഫൈയിങ് എ ക്രിയേറ്റീവ് ചൈൽഡ് ഈസ് എ. റോഷായുടെ ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ്, ബി. ടോറൻസ് ടെസ്റ്റ്, സി. TAT, ഡി. MMPI. ബി ആണ് ഉത്തരം. ടോറൻസ് ടെസ്റ്റ്. സർഗശേഷിയുള്ള കുട്ടിയെ അഥവാ ക്രിയേറ്റീവ് ചൈൽഡിനെ തിരിച്ചറിയാൻ ഉപയോഗപ്പെടുത്താവുന്ന ഏറ്റവും അനുയോജ്യമായ ടെസ്റ്റാണ് ടോറൻസ് ടെസ്റ്റ്. ഇത് മാത്രമല്ല വേറെയും ടെസ്റ്റുകളുണ്ട്. ക്രിയേറ്റീവ് ചൈൽഡിനെ തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗപ്പെടുത്താവുന്ന വേറെയും ടെസ്റ്റുകളുണ്ട്. അവയിൽ ചിലതിനെയും കൂടി നമുക്ക് പരിചയപ്പെടാം. ഒന്ന്, മിനസോട്ട ടെസ്റ്റ് ഓഫ് ക്രിയേറ്റീവ് തിങ്കിങ്. മിനസോട്ട ടെസ്റ്റ് ഓഫ് ക്രിയേറ്റീവ് തിങ്കിങ്. 2, ഗിൽഫോർഡ് ഡൈവർജന്റ് തിങ്കിങ് ഇൻസ്ട്രുമെന്റ്സ്. ഗിൽഫോർഡ് ഡൈവർജന്റ് തിങ്കിങ് ഇൻസ്ട്രുമെന്റ്സ്. 3, വല്ലാഷ് ആൻഡ് കോഗൻ ക്രിയേറ്റീവ് ഇൻസ്ട്രുമെന്റ്സ്. വല്ലാഷ് ആൻഡ് കോഗൻ ക്രിയേറ്റീവ് ഇൻസ്ട്രുമെന്റ്സ്. 4-മത്തത് ഇപ്പോൾ നമ്മൾ ചോദ്യത്തിൽ പറഞ്ഞ ഉത്തരമാണ്. ടോറൻസ് ടെസ്റ്റ് ഓഫ് ക്രിയേറ്റീവ് തിങ്കിങ്. ടോറൻസ് ടെസ്റ്റ് ഓഫ് ക്രിയേറ്റീവ് തിങ്കിങ്. 5, ബേക്കർ മേധീസ് ടെസ്റ്റ് ഓഫ് ക്രിയേറ്റീവ് തിങ്കിങ്. ബേക്കർ മേധീസ് ടെസ്റ്റ് ഓഫ് ക്രിയേറ്റീവ് തിങ്കിങ്. ഇങ്ങനെ ഈ 5 എണ്ണവും സർഗശേഷി അളക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടെസ്റ്റുകളാണ്. ഇത് നമ്മൾ മനഃപ്പാഠമാക്കുക. ഇപ്പൊ ടോറൻസ് ടെസ്റ്റിനെ കുറിച്ച് ചോദിച്ചതുപോലെ ബാക്കിയുള്ളവയെ കുറിച്ചും ചോദ്യങ്ങൾ വരാവുന്നതാണ്. 28. ഒരു വ്യക്തിയുടെ ജന്മനാ സ്വായത്തമാക്കുന്ന സ്വഭാവ സവിശേഷതകളെ അറിയപ്പെടുന്നത്. ഒരു വ്യക്തിയുടെ ജന്മനാ സ്വായത്തമാക്കുന്ന സ്വഭാവ സവിശേഷതകളെ അറിയപ്പെടുന്നത്. ദ ക്യാരക്ടറിസ്റ്റിക്സ് അക്വയർഡ് ബൈ ബർത്ത് ഓഫ് എൻ ഇൻഡിവിജ്വൽ ഈസ് നോൺ ആസ് എ. ബാഹ്യ സ്വഭാവങ്ങൾ അഥവാ എക്സ്റ്റേണൽ ക്യാരക്ടറിസ്റ്റിക്സ്. ബി. ആന്തരിക സ്വഭാവങ്ങൾ അഥവാ ഇന്റേണൽ ക്യാരക്ടറിസ്റ്റിക്സ്. സി. പാരമ്പര്യ സ്വഭാവങ്ങൾ അഥവാ ഹെറിഡിറ്ററി ക്യാരക്ടറിസ്റ്റിക്സ്. ഡി. പാരിസ്ഥിതിക സ്വഭാവങ്ങൾ അഥവാ എൻവയോൺമെന്റൽ ക്യാരക്ടറിസ്റ്റിക്സ്. സി ആണ് ഉത്തരം. പാരമ്പര്യ സ്വഭാവങ്ങൾ അഥവാ ഹെറിഡിറ്ററി ക്യാരക്ടറിസ്റ്റിക്സ്. ഇവ ജന്മനാ സ്വായത്തമാക്കുന്ന സ്വഭാവ സവിശേഷതകളാണ്. 29. പ്രബലനത്തിന് ഊന്നൽ നൽകുന്ന പഠന സിദ്ധാന്തമാണ്. പ്രബലനത്തിന് ഊന്നൽ നൽകുന്ന പഠന സിദ്ധാന്തമാണ് ലേണിംഗ് തിയറി ദാറ്റ് എംഫസൈസസ് the role of reinforcement is
എ സാമൂഹിക വൈജ്ഞാനിക സിദ്ധാന്തം, സോഷ്യൽ കൊഗ്നിറ്റീവ് തിയറി. ബി വൈജ്ഞാനിക നിർമ്മിതി സിദ്ധാന്തം അഥവാ കൊഗ്നിറ്റീവ് കൺസ്ട്രക്റ്റീവിസ്റ്റ് തിയറി. സി വൈജ്ഞാനിക സിദ്ധാന്തം അഥവാ കൊഗ്നിറ്റീവ് തിയറി. ഡി വ്യവഹാരവാദ സിദ്ധാന്തം അഥവാ ബിഹേവിയറിസ്റ്റ് തിയറി. ഡി ആണ് ഉത്തരം, ബിഹേവിയറിസ്റ്റ് തിയറി അഥവാ വ്യവഹാരവാദ സിദ്ധാന്തം. അതാണ് പ്രബലനത്തിന് അഥവാ റീഇൻഫോഴ്സ്മെന്റിന് ഊന്നൽ നൽകുന്ന പഠന സിദ്ധാന്തം. 30ാമത്തെ ചോദ്യം, ഒരു വിദ്യാർത്ഥിയുടെ സമഗ്ര പ്രകടനത്തെ വിലയിരുത്താൻ ഉപയോഗിക്കാവുന്ന ഏറ്റവും അനുയോജ്യമായ രീതിയാണ് ഒരു വിദ്യാർത്ഥിയുടെ സമഗ്ര പ്രകടനത്തെ വിലയിരുത്താൻ ഉപയോഗിക്കാവുന്ന ഏറ്റവും അനുയോജ്യമായ രീതിയാണ് the most appropriate strategy that can be used to evaluate a student's overall performance is A ആത്യന്തിക മൂല്യനിർണ്ണയം, സമ്മേറ്റീവ് ഇവാലുവേഷൻ. ബി നിരന്തര മൂല്യനിർണ്ണയം, ഫോർമേറ്റീവ് ഇവാലുവേഷൻ. സി പ്രകടന മൂല്യനിർണ്ണയം അഥവാ പെർഫോമൻസ് ഇവാലുവേഷൻ. ഡി നിരന്തരവും സമഗ്രവുമായ മൂല്യനിർണ്ണയം അഥവാ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ. ഒരു വിദ്യാർത്ഥിയുടെ സമഗ്ര പ്രകടനത്തെ വിലയിരുത്താൻ ഉപയോഗിക്കാവുന്ന ഏറ്റവും അനുയോജ്യമായ രീതിയാണ് നിരന്തരവും സമഗ്രവുമായ മൂല്യനിർണ്ണയം അഥവാ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ അഥവാ CCE. ഡി ആണ് ഉത്തരം.